നമസ്കാരം, എല്ലാവർക്കും അഘോരദർശൻ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ശ്രീമതി ബ്യൂട്ടി ഗവാനിയ എന്ന വ്യക്തിയെയാണ്. ശ്രീമതി ബ്യൂട്ടി ഗവാനി ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ആക്സസ് ബാർ ട്രെയിനറാണ്. ശ്രീമതി ബ്യൂട്ടി ഗവാനിയെ നമുക്ക് പരിചയപ്പെടാം. വെൽക്കം മാഡം. നമസ്കാരം. എന്താണ് ശരിക്കും ആക്സസ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്? ആക്സസ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നമുക്കൊരു പുതിയ പദമായിരിക്കാം. കോൺഷ്യസ്നസ് എന്ന ബോധം എന്താണ് കോൺഷ്യസ്നസ് എന്ന വാക്കിൻ്റെ അർത്ഥം. അതിലോട്ട് ആക്സസ് ചെയ്യാൻ സഹായിക്കുന്ന ധാരാളം പഠന മേഖലകളുള്ളൊരു പഠന ശാഖയാണ് ആക്സസ് കോൺഷ്യസ്നസ്. ഇത് ആക്ച്വലി ഡെവലപ്പ് ചെയ്തത് US-ലെ ഗാരി ഡഗ്ലസ് എന്ന് പറയുന്ന പൗരനാണ്. അദ്ദേഹം ചാനലൈസ് ചെയ്തും അദ്ദേഹത്തിന് 32 നമ്മൾ മനുഷ്യരെന്ന് പറയുന്നത് അതീവ ശക്തിയുള്ളവരാണ്. എന്നാൽ നമുക്കാണ് നമ്മളെക്കുറിച്ചിട്ടുള്ള യാതൊരു ശക്തിയെക്കുറിച്ചും അറിവില്ലാതെ പോയത്. അപ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ശക്തിയെ നമുക്ക് തന്നെ മനസ്സിലാക്കിയെടുക്കുവാനായി സഹായിക്കുന്ന 32ഓളം പോയിന്റ് നമ്മുടെ ശിരസിലുണ്ട് എന്നും ആ 32 പോയിന്റിൽ ജസ്റ്റ് ഒന്ന് ജെൻ്റലായിട്ട് എനർജറ്റിക്കലി ടച്ച് ചെയ്യുമ്പോൾ ജെൻ്റൽ ടച്ചിലൂടെ തന്നെ അനേകം ജന്മങ്ങളായി നമ്മൾ ഓരോരുത്തരും ശേഖരിച്ചു വച്ചിരിക്കുന്ന പല പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ലിമിറ്റേഷൻസ്, ചിന്തകൾ ഇവയിൽ നിന്നൊക്കെ മോചനം നേടാൻ സഹായകരമാകുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതും ഈ ഭൂമിയിൽ പല രാജ്യങ്ങളിലും വളരെയധികം പ്രചാരത്തിലുള്ളതുമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് ആക്സസ് ബാസ് എന്നും ആക്സസിൻ്റെ പല പ്രോസസ്സുകളും. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ആക്സസ് ബാർസ് എന്നത് ഒരു അമേരിക്കൻ സെൽഫ് എംപവർമെന്റ് ട്രെയിനിങ് പ്രോഗ്രാം ആണെന്നും അതോടൊപ്പം അവർ വികസിപ്പിച്ചെടുത്ത വളരെ ഫലപ്രദമായ ഒരു 32 പോയിന്റ് എനർജി ഹീലിംഗ് പ്രോസസ്സിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കുക. തീർച്ചയായും മനുഷ്യർക്ക് എപ്പോഴും നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഉന്നമനത്തിനായി നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്നതും അല്ലെങ്കിൽ ശ്രമിക്കുന്നതും. എന്നാൽ പണ്ട് കാലം മുതൽ നമ്മുടെ ആചാര്യന്മാരും ഒക്കെ യോഗാശാസ്ത്രത്തിലൂടെയും അതോടൊപ്പം അനവധി ശാസ്ത്രങ്ങളിലൂടെയും നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും അതീവ ശക്തിയുള്ളവരെന്നാണ്. നമുക്ക് മറ്റൊന്നിലേക്ക്, നമ്മളെല്ലാവരും സന്തോഷം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്, ആനന്ദത്തിലേക്ക്, വിജ്ഞാനമയ കോശത്തിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ അതിനായി നമ്മളെപ്പോഴും കരുതുന്നതും അന്വേഷിക്കുന്നതും പുറമേ ഉള്ളതാണ്, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളെയുമാണ് നമ്മളെപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര കാലമാണ്, എത്ര സമയത്തേക്കാണ് പുറമേയുള്ള ഏതൊന്നിനും നമ്മെ സഹായിക്കാൻ അല്ലെങ്കിൽ സന്തോഷിപ്പിക്കാൻ സാധിക്കുക? നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ദൈവീക ചൈതന്യത്തെ നാം അറിയാതെ പോകാറുണ്ട് പലപ്പോഴും. ആക്സസ് കോൺഷ്യസ്നസ്സിലെ ആക്സസ് ബാസ് എന്ന് പറയുന്ന ഈ 32 പോയിന്റിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അനുഭവിച്ചിരുന്ന പല സ്ട്രെസ്സും നമ്മെ വിട്ട് ഇല്ലാതെ ആകുന്ന സമയത്ത് തന്നെ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ശക്തിയെ ഉണർത്തിയെടുക്കാനും സെൽഫ് എംപവേർഡായി ജീവിതത്തിൻ്റെ ഏതൊരു സാഹചര്യത്തെയും നേരിടാനുള്ള സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. പല രാജ്യങ്ങളിലും സ്കൂളുകളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്, മുതിർന്നവർ ഉപയോഗിക്കുന്നുണ്ട്, എല്ലാ മേഖലയിലുമുള്ളവർ, സൈക്കോളജിസ്റ്റ് ആകട്ടെ, സകല മേഖലയിലുള്ളവരും കോമണേഴ്സും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഈ പ്രോസസ്സിലൂടെ 32 പോയിന്റ്സ് എന്ന് പറയുന്നത്, 32 പോയിന്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് സമ്പത്ത്, അതോടൊപ്പം തന്നെ ക്രിയേറ്റിവിറ്റി, പല പ്രയാസങ്ങളും, ഹാപ്പിനെസ്, ജോയ്, ഹീലിംഗ്, ഇങ്ങനെ ഓരോന്നിനും ഓരോ ന്യൂറോൺസുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ ഭാഗത്തു നിന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെയധികം സന്തോഷമുള്ളവരായി കാണപ്പെടുകയും ആ സന്തോഷം തന്നെ നമുക്ക് ആന്തരികമായിട്ടുള്ള ഹീലിംഗ്, ഒരു സൗഖ്യം കൊണ്ടുവരികയും ചെയ്യുന്നു. മനുഷ്യർ സന്തോഷം അന്വേഷിച്ചുള്ളൊരു യാത്രയിലാണല്ലോ നമ്മളെല്ലാവരും. നമ്മൾ ചെയ്യുന്ന സകല കാര്യങ്ങളും, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പണം സമ്പാദിക്കാൻ പോകുന്നതും അതോടൊപ്പം തന്നെ നമ്മൾ കാട്ടിക്കൂട്ടുന്ന വിവാഹം കഴിക്കുന്നതും കാട്ടിക്കൂട്ടുന്ന സകല കാര്യങ്ങളും സന്തോഷത്തിന് പിന്നാലെയുള്ളൊരു യാത്രയാണ്. ആ ആനന്ദത്തിലേക്ക് എത്തിപ്പെടാൻ നമ്മെ സഹായിക്കുന്ന ഒരു ടൂളാണ്, ഹാപ്പിനെസ്സിലോട്ട് നമ്മെ എത്തിപ്പെടാൻ സഹായിക്കുന്ന ഒരു ടൂളാണ്. അതോടൊപ്പം നമ്മുടെ ജീവിതത്തെ ലിമിറ്റ് ചെയ്യുന്ന പല ചിന്തകൾ, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, എന്നെ കൊണ്ടൊന്നിനും ആവില്ല, ഒരുപക്ഷെ ഈ ചിന്തകളൊക്കെയും നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മുടെ മാതാപിതാക്കൾ തന്നെ അവർ പോലും അറിയാതെ തന്നു പോകുന്ന
ചില ചിന്തകളാണ്, അല്ലെങ്കിൽ വാചകങ്ങളിലൂടെ നമ്മൾ ആ വാചകത്തെ ഇതാണല്ലോ എനിക്ക് സത്യം എന്ന് നമ്മൾ പലപ്പോഴും വിചാരിച്ചു പോകാറുണ്ട്. ഓക്കെ, മാതാപിതാക്കൾ പറയും, ഓ നിന്നെ കൊണ്ടൊന്നും പറ്റില്ല, നീ ഒരു നിസ്സാരനായ മനുഷ്യനാണ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അത് യാഥാർത്ഥ്യമാണെന്ന് കരുതും. പിന്നീട് നമ്മുടെ ജീവിതങ്ങളിൽ ഒരുപക്ഷെ ഈ വാക്കുകൾ തന്നെ നമ്മുടെ ജീവിതത്തിന് തടസ്സമായി മാറാറുണ്ട്. ഒരുപക്ഷെ നമ്മൾ തന്നെ തിരിച്ചറിയുകയാണ്, ഈ വാചകങ്ങളാണ് എന്നെ ലിമിറ്റേഷനിൽ ഇട്ടേക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ ലിമിറ്റേഷൻ, ആ ചിന്തകളെ മാറ്റാൻ സാധിച്ചാൽ നമ്മുടെ യാത്ര വലിയൊരു വിജയമായി മാറും. വിജയം എന്ന് പറയുന്നത് ഓരോ മനുഷ്യർക്കും ഓരോന്നാണ് വിജയം. അവരവർക്ക് എന്താണ് സന്തോഷം, അതിനെയാണ് ഞാൻ ഇവിടെ വിജയം എന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ നിങ്ങൾക്ക് എന്താണോ സന്തോഷം, അതിലോട്ട് എത്തിപ്പെടാനായിട്ട് സഹായിക്കുന്ന, അതിനെ ലിമിറ്റ് ചെയ്യുന്ന ചിന്തകളെ മാറ്റുവാൻ സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ 32 പോയിന്റ്സ്. ഇത് മാത്രമല്ല, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു ദേവാലയം തന്നെയാണ്. നമ്മുടെ ശരീരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ഗിഫ്റ്റ്, ഒരു സമ്മാനം എന്ന് പറയാം. എന്നാൽ ഈ ശരീരത്തിൽ തന്നെയാണ് സകല ലിമിറ്റേഷൻസും കുടികൊള്ളുന്നതും. ഒരു സർവപ്രപഞ്ചമാണ് ഒരു മനുഷ്യന്റെ ശരീരം എന്ന് പറയാം. അപ്പൊ ഈ ശരീരത്തിനകത്തുള്ള ലിമിറ്റേഷൻസ്, പ്രയാസങ്ങൾ, ലോക്ക്ഡ് ആയിട്ടുള്ള സകല ഊർജവും മാറ്റുവാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രഭ വർദ്ധിക്കുക തന്നെ ചെയ്യും. ഓറ ക്ലെൻസ് ചെയ്യാനും, നമ്മുടെ ഓറ ചേഞ്ചസ് വരുത്താനും, എനർജി ലെവലിൽ ഒരു ഷിഫ്റ്റ് വരുത്താനും ഒക്കെ സഹായിക്കുന്ന നിരവധി ആയിട്ടുള്ള പ്രോസസ്സുകളാണ് ആക്സസ് കോൺഷ്യസ്നസ്സിലുള്ളത്. നമ്മൾ ഈ ഭൂമി എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിൽ മാത്രം വസിച്ചിട്ടുള്ളവരല്ല. പല ജന്മങ്ങളിലായി പല ഗ്രഹങ്ങളിൽ വസിച്ച് ഇപ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ വസിക്കുന്നവരാണ്. അപ്പൊ പല ഗ്രഹങ്ങളിൽ വസിച്ചപ്പോഴുള്ളതായിട്ടുള്ള പ്രയാസങ്ങൾ മാറ്റുവാൻ, ലിമിറ്റേഷൻസ് മാറ്റുവാൻ, പല ജന്മങ്ങളിൽ നമ്മൾ എടുത്തിട്ടുള്ള പല ലിമിറ്റേഷൻസ് മാറ്റുവാൻ ഈ പ്രോസസ്സിലൂടെ സഹായിക്കും. ഒരുപക്ഷെ വിദേശത്തിൽ നിന്ന് വന്നതായതുകൊണ്ട് നമ്മൾ കരുതും, ഓക്കെ ഒരു വിദേശിയാണല്ലോ, ഇത് എത്രത്തോളം റിലയബിൾ ആണ് എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ ഈ ഭൂമി മുഴുവൻ, ഇതിൽ ഏത് രാജ്യത്തെയാണ് നമ്മൾ വിദേശി, സ്വദേശം എന്ന് നമുക്ക് പറയാൻ സാധിക്കുക? ഈ സർവഭൂമിയും പ്രപഞ്ചത്തിന്റെ ഭാഗമാണല്ലോ. ഏതൊരറിവും മനുഷ്യ നന്മയ്ക്കുള്ളതാണെങ്കിൽ നമ്മൾ എടുത്ത് ഉപയോഗിക്കുക തന്നെ. പലപ്പോഴും പൂർവികർക്കുണ്ടായിരുന്ന മനസ്സിന്റെ കരുത്തൊന്നും നമുക്കിപ്പോൾ ഇല്ലാത്തതായിട്ട് കാണപ്പെടുന്നുണ്ട്. പണ്ട് എത്രത്തോളം അടിച്ചമർത്തലിന്റെയും വേദനയുടെയും കാലഘട്ടങ്ങളിലൂടെ കടന്നു പോയപ്പോഴും തളരാത്ത പൂർവികരാണ് നമ്മുടെ മുൻഗാമികൾ. പക്ഷെ ഇന്ന് ചെറിയ നിസാരമായിട്ടുള്ള ഒരു പരീക്ഷയുടെ തോൽവി, ചെറിയ ചെറിയ കാര്യങ്ങൾ, വീട്ടിൽ ആരെങ്കിലും ഒന്ന് പിണങ്ങിയാൽ, അച്ഛനൊന്ന് വഴക്ക് പറഞ്ഞാൽ, ഒരു ബൈക്ക് കിട്ടാത്തതിന്റെ പേരിലൊക്കെയും ആത്മഹത്യക്ക് തുനിയുന്ന പിഞ്ചു പൈതങ്ങൾ. എവിടെയാണ് നമുക്ക് തെറ്റിപ്പോയത്? എവിടെയാണ് നമ്മൾ ഇത്രത്തോളം അടിമപ്പെട്ടു പോയത്? മനസ്സിന് ഇത്രത്തോളം ശക്തി ഇല്ലാതായി പോയത് എവിടെയാണ്? മനസ്സിന്റെ ശക്തി എന്ന് പറയുന്നത് നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഒന്ന് തന്നെയാണ്. നമുക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും. ഒരു മനുഷ്യന് പ്രിയപ്പെട്ടവർ വേർപെട്ടു പോയത്, ശരീരം വിട്ടു പോയതാണ് പ്രയാസമെങ്കിൽ, മറ്റൊരു മനുഷ്യന് തൻ്റെ ഭാര്യ പിണങ്ങി പോകുന്നതായിരിക്കും പ്രയാസം. വേറൊരു വ്യക്തിക്ക് വിവാഹം നടക്കാത്തതായിരിക്കും പ്രയാസം. മറ്റൊരാൾക്ക് തനിക്ക് കളിപ്പാട്ടം നഷ്ടപ്പെട്ടു പോയതായിരിക്കും. കുഞ്ഞുങ്ങൾക്ക് ഒരു പക്ഷേ താൻ ആഗ്രഹിച്ച കളിപ്പാട്ടം നഷ്ടപ്പെട്ടു പോയതായിരിക്കും പ്രയാസം. പ്രയാസം എന്ന കാര്യം നിരന്തരമായി മനുഷ്യന്റെ ജീവിതങ്ങളിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. എവിടെയാണ് ഇതൊന്നും പ്രയാസങ്ങളല്ല എന്ന് തിരിച്ചറിയാൻ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് തിരിച്ചറിയാൻ നമ്മുടെ മനസ്സിന് അല്ലെങ്കിൽ നമുക്ക് പറ്റാതെ പോകുന്നത് എവിടെയാണ്? അനുഭവിക്കുന്ന പല കാര്യങ്ങൾക്കും നന്ദി പറയാൻ കഴിയാതെ പോകുന്നത് എവിടെയാണ്? നമുക്ക് നമ്മുടെ ശിരസിൽ തന്നെയും ഗ്രാറ്റിറ്റ്യൂഡിന് മാത്രം ഒരു പോയിന്റ് ഇരിപ്പുണ്ട്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് പോയിന്റ് നമ്മൾ നിരവധിയായിട്ട് റൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് ശരിക്കും ആന്തരികമായി നമ്മളിൽ നിന്ന് തന്നെ നന്ദി എന്നൊരു ഭാവം ഒഴുകാൻ തുടങ്ങും. ആരിനോടാണ് നമുക്ക് നന്ദി പറയാതിരിക്കാൻ കഴിയുക? ഈ സർവപ്രപഞ്ചവും ഈ ലോകം മുഴുവനും നമ്മെ സഹായിക്കുന്നുണ്ട്, നിരന്തരം സഹായിക്കുന്നുണ്ട്. ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ മുസ്ലിമെന്നോ വിവിധ ജാതി മതവർണ്ണങ്ങളെന്നോ ഏത് പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്നവരെന്നോ എന്നൊന്നും വ്യത്യാസമില്ലാതെ സകലരും നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്.
എന്തിന്? ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചാനൽ, സാറ്, ഈ ചെടി, ഈ ഇരിക്കുന്ന കസേര, ഇവിടെ ഇരിക്കുന്ന പുസ്തകങ്ങൾ, ഇതാരൊക്കെ എഴുതി? എവിടെ, ഏത് മതസ്ഥരാണ് എഴുതിയത്? നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണം, അങ്ങനെ സർവരും 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 സകലരും നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരെയാണ് അന്യനെന്ന് നമുക്ക് വേർതിരിച്ചു നിർത്താൻ കഴിയുക? എന്നാൽ ഇതൊന്നിനും നമുക്ക് ബോധമില്ലാതെ പോകുന്നതല്ലേ നമ്മുടെ ദുഃഖത്തിന് കാരണം. തീർച്ചയായും. അന്യനാണ് എന്ന് വിചാരിച്ച് നമ്മൾ പലരെയും മാറ്റി നിർത്തുന്നതല്ലേ നമ്മുടെ ദുഃഖത്തിന് കാരണം. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെയും റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെയും പലതിനെയും കുറിച്ച് ബോധം വരാൻ തുടങ്ങും. ആരെയാണ് ഞാൻ മാറ്റി നിർത്തേണ്ടത്? അങ്ങനെ ജീവിതത്തിന്റെ പല ലിമിറ്റേഷൻസും മാറുമ്പോഴത്തേക്ക് നമ്മുടെ ജീവിതം വളരെ സുഖകരമാകാൻ തുടങ്ങും. ബോധത്തിന്റെ ലെവലിൽ നമ്മൾ ഒരുപാട് ഉയരങ്ങളിലാകാൻ തുടങ്ങും. 2020 ശേഷം നമുക്ക് കാണാൻ കഴിയും ഈ ലോകം വളരെ അൺസ്റ്റേബിൾ ആണ്. അൺസ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ നാളെ എന്ത് സംഭവിക്കും, ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചർ നമുക്ക് ഫിക്സ്ഡ് ആയിട്ട് ചിന്തിക്കാൻ കഴിയാത്ത തലത്തിൽ അൺസ്റ്റേബിൾ ആണ് ഇപ്പോൾ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഫ്ലക്ച്വേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ മനസ്സിന്റെ ശക്തി എന്ന് പറയുന്നത് ഒരു മനുഷ്യന് നിർബന്ധമായിട്ടും ആവശ്യമുള്ള ഒരു കാര്യമാണ്. അതിനെ സഹായിക്കുന്ന സെൽഫ് എംപവറിംഗ് ടൂൾസ് ആൻഡ് ക്ലാസ്സസ് ആണ് ആക്സസ് കോൺഷ്യസ്നസ്.